Hello, welcome to market discussion of the day. Today, September 2nd, 2025, Tuesday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ എല്ലാ ദിവസവും പറയുന്നത് പോലെ നമ്മളുടെ പുതിയ ബാച്ച് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ച് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്ന എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. വീണ്ടും എടുത്ത് ഓർമ്മിപ്പിച്ചു പോകുന്നു. രാത്രി ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്കും 10:30 മണിക്കുമാണ് ഈ ഒരു പർട്ടിക്കുലർ ബാച്ച് നടക്കുന്നത്. സോ ഇന്നലെ ബേസിക്കലി ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ നടന്നിട്ടുള്ളൂ. ഓക്കെ, സോ ഇന്ന് വേണമെങ്കിലും എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇന്നലെ നടന്ന ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനും സാധിക്കും എന്നുള്ളൊരു കാര്യം ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോകുന്നു. പക്ഷേ എനിക്കൊരൊറ്റ റിക്വസ്റ്റ് ഉള്ളത് എന്താ വെച്ചാൽ 7:30 മണിക്കും 10:30 മണിക്കുമായിട്ടാണ് ഈ ഒരു ബാച്ച് നടക്കുന്നത്. ആ ഒരു സമയത്ത് ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം മെസ്സേജ് അയക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു എന്താ പറയുക ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ കമ്മിങ് ടു ഫണ്ടമെന്റൽ സൈഡ്, ഫണ്ടമെന്റൽ സൈഡിൽ നമ്മൾ ഇന്നലെ നമുക്ക് അറിയാം, ഇന്നലെ നമുക്ക് US മാർക്കറ്റ് അവധിയായിരുന്നു അല്ലേ. സോ ഇന്നലത്തെ മാർക്കറ്റ് മൂവ്മെന്റ് വലിയ രീതിയിൽ കൺസിഡർ ചെയ്യണ്ട എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ ഇന്നലെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ഇന്ന് നമുക്ക് മെയിനായിട്ടുള്ള ന്യൂസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമുക്ക് ഇന്ന് യൂറോ സോണിൽ നിന്ന് CPIയുടെ ന്യൂസ് വരാനുണ്ട്. ഒരു 20 മിനിറ്റിൽ ആ ഒരു ന്യൂസ് വരും. ഓക്കെ, സോ അതിനുശേഷം ISM മാനുഫാക്ചറിങ് PMI ഉണ്ട്. സോ ഇതൊന്നുമല്ല ഈ ആഴ്ച ബാക്കി എല്ലാ ന്യൂസുകളും, നാളെയാണെങ്കിലും മറ്റന്നാളാണെങ്കിലും ഭയങ്കര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളൊന്നും തന്നെ ഇല്ല. പക്ഷേ മറ്റന്നാൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോൺ ഫാം പേറോളിൻ്റെ ന്യൂസ് വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അതനുസരിച്ച് വെള്ളിയാഴ്ച മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളൊരു കാര്യം ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ നമ്മുടെ പൊളിറ്റിക്കൽ സൈഡിൽ ഒരുപാട് വേറെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ. അത് ഉറപ്പായിട്ടും കൺസിഡർ ചെയ്യണം. സോ അതിനൊന്നും ഒരു തീരുമാനമായിട്ടില്ല, ഒരു ഡീലും ഉണ്ടായിട്ടില്ല. ഫ്രാൻസിൽ കുറേ പൊളിറ്റിക്കലായിട്ടുള്ള ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ഇന്നലത്തെയും മെനഞ്ഞാനത്തെയൊക്കെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിനൊരു തീരുമാനം വന്നിട്ടില്ല. അതേപോലെ ബ്രിക്സ് കറൻസി അല്ലെങ്കിൽ ബ്രിക്സ് കൂട്ടായ്മ എന്ന് പറയുന്നതിനെതിരെ ഉറപ്പായിട്ടും US ഗവൺമെൻറ് ഒരു ഉപരോധങ്ങളൊക്കെ ഏർപ്പെടുത്താനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അതിനൊരു തീരുമാനം വന്നിട്ടില്ല. റഷ്യ ഉക്രൈൻ വാറിൻ്റെ മീറ്റിംഗ് കഴിഞ്ഞ ആഴ്ച പല സ്ഥലങ്ങളിൽ നടന്നിട്ടുണ്ടായിരുന്നു. അതിനൊരു തീരുമാനം നടന്നിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. എന്തെങ്കിലും പൊളിറ്റിക്കൽ ഇഷ്യൂസ് നടന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മാർക്കറ്റിനെ അത് ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് JPYയിലോട്ട് വരാം. JPYയിലോട്ട് വരുന്നതിന് മുന്നേ ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു പോകാം. കാരണം ഒരുപാട് ആൾക്കാർ റിലയബിൾ ആയിട്ടുള്ള ബ്രോക്കർ നോക്കുന്നുണ്ട്. കാരണം പല ബ്രോക്കേഴ്സിനും ഇന്ത്യയിൽ ഇപ്പം വർക്ക് ചെയ്യുന്നില്ല. പല മേജറായിട്ട് ഉണ്ടായിരുന്ന ബ്രോക്കേഴ്സ് ഒന്നും ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നില്ല, ഇന്ത്യയിൽ വിഡ്രോവൽ കിട്ടുന്നില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. സോ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രോക്കർ സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞൊരു ബ്രോക്കറാണ്. സോ നമ്മളൊരു ബ്രോക്കറിനെ ചൂസ് ചെയ്യാൻ നേരത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് അതിൻ്റെ റെഗുലേഷൻ ആണ് അല്ലേ. എന്താ പറയുക, മേജർ രാജ്യങ്ങളിൽ അതിൻ്റെ ഫിനാൻഷ്യൽ അതോറിറ്റി ആയിട്ടുള്ള റെഗുലേഷൻ ഉണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. സ്റ്റാർ ട്രേഡറെ സംബന്ധിച്ചിടത്തോളം UK ബേസ്ഡ് റെഗുലേഷൻ, UAE ബേസ്ഡ് റെഗുലേഷൻ, അതേപോലെ ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക എന്നീ മേജർ രാജ്യങ്ങളുടെ റെഗുലേഷൻ ഉണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിൻ്റെ കൂടെ $100,000 വരെ ഇൻഷുർഡ് ആണ്. ഇവിടുത്തെ ലോയിഡ്സ് ബാങ്ക് എന്ന് പറഞ്ഞ് UK നമ്പർ 1 ബാങ്കാണ് ഇൻഷുർ ചെയ്യുന്നത്. സോ നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ളൊരു കാര്യമാണ് സ്റ്റാർ ട്രേഡറെ സംബന്ധിച്ച് പറയാനായിട്ടുള്ളത്. അതിൻ്റെ കൂടെ ടൈറ്റ് സ്പ്രെഡ്, 14 ദിവസത്തേക്ക് സ്വാപ്പ് ഫ്രീ അക്കൗണ്ട്, സ്വാപ്പ് ഇല്ലാത്ത അക്കൗണ്ട് വരെ ഇവർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ അതിൻ്റെ കൂടെ തന്നെ ഇവർ ബോണസ് പ്രോഗ്രാമും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു അപ്പോഴൊക്കെ 20% ബോണസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഡെപ്പോസിറ്റിൽ നമുക്ക് $1,500 50% നമുക്ക് ബോണസ് ആയിട്ട് കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഓക്കെ, സോ ആ ഒരു ബോണസ് വെച്ച് നല്ല രീതിയിൽ ട്രേഡ് ചെയ്ത് പോകാം എന്നൊക്കെയുള്ള കാര്യങ്ങളും, അതിൻ്റെ കൂടെ വിഡ്രോവലൊക്കെ വളരെ സ്മൂത്തും നല്ല രീതിയിലുള്ള കസ്റ്റമർ സർവീസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതുവരെ എൻ്റെ അനുഭവത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടിട്ട് ആരെങ്കിലുമൊക്കെ സ്റ്റാർ ട്രേഡർ പുതിയ ബ്രോക്കർ നോക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റാർ ട്രേഡർ അക്കൗണ്ട് തുടങ്ങണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ സ്റ്റാർ ട്രേഡറിൻ്റെ ലിങ്ക് ഉണ്ടാവും, അത് ത്രൂ ചെയ്യാം. ഇല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഓഫേഴ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ JPYയിലോട്ട് വരാം. JPY 148.272 നിൽക്കുന്നു. 148 അവിടുന്ന് സെല്ല് എടുക്കാനാണ് ഞാൻ പറഞ്ഞത്. ഞാൻ 148 അവിടെ സെല്ല് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മാർക്കറ്റ് ഒറ്റയടിക്ക് മുകളിലോട്ട് പോയി ഓൾമോസ്റ്റ് 148.7
1.77 വരെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ 148.8 അവിടെയാണ് ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചത്. ഓക്കെ, സോ പിന്നീട് മാർക്കറ്റ് ഇപ്പോൾ താഴോട്ട് പോകുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ. സോ ബെറ്റർ ഇപ്പോൾ 10 മണിക്കുള്ള ക്യാൻഡിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ടൈമിംഗ് 2:30 മണിക്കുള്ള ക്യാൻഡിലും 148 താഴെയാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ നമുക്ക് അവിടെ നിന്നൊരു സെല്ലെടുത്ത് പോകുന്നതായിരിക്കും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, 148 താഴെയാണ് 10 മണിക്കുള്ള അടുത്ത അവർലി ക്യാൻഡിൽ 148 താഴെയാണ് എങ്കിൽ നമുക്ക് അവിടുന്ന് സെല്ലെടുത്ത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 148 അവിടുന്ന് സെല്ലെടുക്കുന്ന ആൾക്കാർ 148.80 അവിടെ സ്റ്റോപ്പ് ലോസ് വെക്കണം. നേരെ മറിച്ച് താഴോട്ട് വന്നാൽ 146 അവിടെ നിന്ന് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ബൈ എൻട്രി ഉണ്ട്. പക്ഷെ 147 അവിടെ കിട്ടിയാൽ പോലും നമുക്ക് ഒരു ബൈ എൻട്രി എടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, സോ കമ്മിങ് ടു യൂറോ 1.16537 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. യൂറോയുടെ ബൈ എൻട്രി നിങ്ങൾക്കറിയാം 1.1500 ആണെന്നുള്ളൊരു കാര്യം അറിയാം. ഫ്രാൻസിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, ഡയറക്റ്റ്ലി യൂറോനെ അഫക്റ്റ് ചെയ്യും. അങ്ങനെ യൂറോനെ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെപ്റ്റംബർ 8 ആണ് അവിടെ അതിനൊരു തീരുമാനമാകുന്നത്. ഈ പുതിയൊരു പാർട്ടി വരുമോ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ മാറുമോ എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ചുള്ള തീരുമാനം വരുന്നത് സെപ്റ്റംബർ 8 അത് സെപ്റ്റംബർ 8 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൂഷ്യൽ ആയിട്ടുള്ള ഡേ ആയിട്ട് കൺസിഡർ ചെയ്യുക യൂറോയുടെ കാര്യത്തിനകത്ത്. സോ അങ്ങനെ യൂറോ താഴെ വന്ന് കിട്ടിയാൽ 1.1500 അവിടുന്ന് നല്ല രീതിയിലുള്ളൊരു ബൈ എടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. അങ്ങനെ യൂറോയിൽ ഒരു സമ്മർദ്ദം ഉണ്ടായാൽ അത് ഡയറക്റ്റ്ലി GBP നമ്മുടെ ഗ്രേറ്റ് ബ്രിട്ടീഷ് പൗണ്ടിനെ മുകളിലോട്ട് കൊണ്ടുപോകാനും ഉള്ള പോസിബിലിറ്റി കൂടുതലാണ്. അങ്ങനെ GBP മുകളിലോട്ടും പോകാനായിട്ടുള്ള പോസിബിലിറ്റിയാണ് നമ്മൾ ഓപ്പൺ ആയിട്ട് വെച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഇതാണ് എനിക്ക് എന്താ പറയുക യൂറോയുടെ കാര്യത്തിനകത്ത് പറയാനുള്ളത്. GBP കുറിച്ച് വരുമ്പം GBP ഒന്ന് ഭയങ്കര വലിയൊരു കറക്ഷൻ ഇപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. 1.3400 അടുത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വേണം എന്നുള്ള ആൾക്കാർക്ക് 1.3400 അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. കാരണം GBP നമുക്കറിയാം നമുക്ക് മുകളിലോട്ട് തന്നെയാണ്. വേറെ പ്രത്യേകിച്ച് പൊളിറ്റിക്കലായിട്ടുള്ള സമ്മർദ്ദങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും UK ഇല്ലാത്തത് കൊണ്ടിട്ട് തന്നെ GBP നമുക്ക് 1.3400 അവിടെ അതിൻ്റെ മുകളിലാണ് 10:30 ക്യാൻഡിൽ അടുത്ത അവർലി ക്യാൻഡിൽ എങ്കിൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് GBPയിൽ പറയാനായിട്ടുള്ളത്. GBP ഒക്കെ ധൈര്യമായിട്ട് എടുത്തോ കേട്ടോ, ഒരു പ്രശ്നവും ഇല്ലാത്ത സാധനമാണ്. 1.3340 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുള്ളൊരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, നേരെ നമ്മൾ ഗോൾഡിലോട്ട് വരുമ്പം 3479 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. ഇന്ന് രാവിലെ നമുക്കറിയാം 3508 വരെ മാർക്കറ്റ് സഞ്ചരിച്ചിട്ടുണ്ട്, ഓൾ ടൈം ഹൈ അടിച്ചിട്ടുണ്ട് എന്നല്ലേ. ഇന്ന് ഗോൾഡിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയൊരു മൂവ്മെന്റ് ആണ് ഇന്ന്. ഏറ്റവും ഹയസ്റ്റ് പോയിന്റിൽ ഇന്ന് രാവിലെ പോയിട്ടുണ്ടായിരുന്നു മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് മാർക്കറ്റ് ഇനിയും മുകളിലോട്ട് പോകും എന്നുള്ളതിൻ്റെ ഇൻഡിക്കേഷനാണ്. അതുകൊണ്ട് സെല്ല് ചെയ്യാതിരിക്കുക. 3500 ഓൾ ടൈം ഹൈഡ് അവിടെ നിന്ന് സെല്ല് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് സെല്ലൊക്കെ ചെയ്യാം, പക്ഷേ സ്റ്റോപ്പ് ലോസ് വെക്കണം എന്ന് മാത്രം. ഓക്കെ, എനിക്ക് പറയാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി 3480 മുകളിലാണ് 10 മണിക്കുള്ള ക്യാൻഡിൽ അടുത്ത അവർലി ക്യാൻഡിൽ എങ്കിൽ അവിടുന്ന് വേണമെങ്കിൽ ഒരു ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, 3470 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടും കൺസിഡർ ചെയ്ത് അങ്ങനെ ചെയ്താൽ ഉറപ്പായിട്ട് നമുക്ക് നല്ലൊരു എൻട്രി കിട്ടും എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. 3475 അവിടെ നിന്നുള്ളൊരു ബൈ എൻട്രി 3480 മുകളിൽ അടുത്ത മണിക്കൂർ ക്യാൻഡിൽ, അതായത് ഏഷ്യ ക്ലോസ് ആവുന്ന ക്യാൻഡിൽ ഓപ്പൺ ആയാൽ അവിടുന്ന് ബൈ എടുത്ത് മുന്നോട്ട് പോകാം. 3470 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കണം നിർബന്ധം. ഇതാണ് എനിക്ക് പറയാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി. ഇല്ലെങ്കിൽ മാർക്കറ്റ് റീട്രേസ് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യുക. 3430 ആണ് പ്രോപ്പറായിട്ടുള്ളൊരു സപ്പോർട്ട് പിടിക്കാനായിട്ടുള്ള സ്ഥലം. 3430 അവിടുന്ന് ബൈ എൻട്രി എടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യാൻ വേണം എന്നുള്ള ആൾക്കാർക്ക് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. എന്താ പറയുക, വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും പല ആൾക്കാരിലോട്ട് വീഡിയോ എത്തിച്ചു കൊടുക്കുക, കൂടുതൽ ആൾക്കാരിലോട്ട് ക്ലാസ് എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എന്താ പറയുക, ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.